എബി, അത് തീർച്ചയായിട്ടും ഒരുപാട് പ്രതിഭകളുടെ ഒരു ഇല്ലം തന്നെയാണ് കൊല്ലം എന്ന് പറയാം. ഇപ്പോൾ നമ്മുടെ ഒരു അതിഥി ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായും. അതായത് ലിബീഷെ, ഇതിപ്പോ കൊല്ലംകാരനാണ്. അദ്ദേഹം ബാംഗ്ലൂർ IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. കണ്ണൻ മിക്കവാറും കണ്ണന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ആശ്രാമം മൈതാനത്തിൽ എല്ലാ ദിവസവും നാട്ടിലുള്ളപ്പോൾ ഓടാൻ വരുന്ന ഒരു മൈതാനമാണ്. ഇന്ന് രാവിലെയും കണ്ണൻ ഓടാൻ വന്നതാണ്. പക്ഷെ അപ്പോ അവിടെ 62ാമത് കേരള സ്കൂൾ കലോത്സവത്തിൽ ഒരു ബോർഡ് കാണുന്നല്ലേടാ? അല്ല, 2 ദിവസമായിട്ട് ഇവിടെ നല്ല ആളും ബഹളവും ഒക്കെയാണ്. ഇത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമുണ്ട്. നമ്മൾ TV കാണുന്ന പലരും ഇപ്പോൾ നേരിട്ട് കാണുന്നുണ്ട്, അതിന്റെ ഒരു കൗതുകമുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ ഇതേണൊക്കെ വലിയൊരു ഫംഗ്ഷൻ വരുമ്പോഴത്തെ അതിന്റെ ഒരു അഭിമാനവും കാര്യങ്ങളും വേറെ തന്നെയാണ്. ഇതിന് മുമ്പ് വന്ന് ഓർക്കുന്നുണ്ട്, എന്റെ 15 വർഷം മുമ്പ് മറ്റാണ് ഇവിടെ വരുന്നത്. അതിനെ സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് ഇങ്ങനെ കേൾവിയുണ്ട്, ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഒരു ബോയ്സിൽ സ്കൂളിൻ്റെ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ പുള്ളി അവിടെ ഒരു വേദി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ അവൻ പറഞ്ഞ് കേട്ടറിവ് മാത്രമേ ഉള്ളൂ. അന്ന് ഇത്രയും മാധ്യമങ്ങൾ എനിക്കറിയത്തില്ല, ഇത്രയും ഒരു ആഘോഷം അങ്ങനെ ഉണ്ടായിരുന്നത് എനിക്ക് അറിയത്തില്ല. ഇപ്പൊ ഈ മാധ്യമങ്ങളെല്ലാം കൂടിയതുകൊണ്ട് ഭയങ്കര ഒരു ആഘോഷം തന്നെയാണ്. കണ്ണൻ ഇത് കാണാൻ പോകുന്നതേ ഉള്ളൂ അല്ലേ? കണ്ണൻ കാണാൻ പോകുന്നേ ഉള്ളൂ, കൊല്ലംകാർ കാണാൻ പോകുന്നുള്ളൂ. ഇതിപ്പോ രാവിലെ അല്ലേ 7 മണി 7:30 ആയതുള്ളൂ. ഇനി 5 ദിവസം എന്താണ് സംഭവിക്കുക? കണ്ണൻ എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? അയ്യോ, എനിക്കൊരു പ്രതീക്ഷയില്ല. എന്തൊക്കെയാണെങ്കിലും എന്താ പറയുക, ഉത്സവം തന്നെ ആയിരിക്കും എന്നുള്ളത് സംശയമൊന്നുമില്ല. ഉത്സവം ഈ കൊല്ലം എന്ന് പറയുന്ന ഇല്ലം തന്നെയാണല്ലോ. കോവിലകം പ്ലസ് ഇല്ലം, അതല്ലേ കൊല്ലം? അങ്ങനെയാണോ? അങ്ങനെയാണ് ഞാനും കേട്ടറിവ്. കോവിലകം പ്ലസ് ഇല്ലെന്നാണ് കൊല്ലം എന്നൊക്കെയാണ് എനിക്ക് കേട്ടറിവാണ്. കൃത്യമായിട്ട് അറിയില്ല. അത് വല്ല ചരിത്രകാരന്മാർ ഇത് കാണുന്നുണ്ടെങ്കിൽ എന്നെ കീറി മുറിക്കരുത് എന്നുകൂടി അഭ്യർത്ഥിക്കാണ്. പിന്നെ അല്ല, ഈ പൊതുവെ കണ്ണന് ഇപ്പൊ ഈ 5 ദിവസം ലീവ് എടുത്തിട്ടാണോ വന്നേക്കുന്നത്? ഞാനിപ്പോ വർക്ക് ഫ്രം ഹോം ആണ്. അപ്പം എന്തായാലും എല്ലാ ദിവസവും വന്നൊന്ന് കറങ്ങി എല്ലാ പരിപാടികളൊക്കെ അറിയണം. പിന്നെ ഊണൊന്ന് കഴിക്കണമെന്നുണ്ട്. പഴയിടത്തിന്റെ ആ ഒരു രുചി. പഴയിടം അന്നും ഇന്നും പഴയിടം അല്ല, പുതിയ ഇടം തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് രുചിയുടെ കാര്യത്തിൽ അദ്ദേഹത്തെ വെല്ലാൻ എന്തായാലും ഗംഭീരാണ്. രുചിക്കൂട്ടിന്റെ പുതിയ ഇടമാണ് പഴയിടം എന്ന് പറയുന്നത്. അപ്പൊ പഴയിടത്തിന്റെ രുചിയുടെ ആ ഒരു കേമത്വം അറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കൊല്ലംകാരുണ്ട് എന്നുള്ളതാണ് കണ്ണന്റെ വാക്കുള്ളത്. ഇനി പിന്നെ നേരെ ഊണിനുള്ള പന്തലിലേക്ക് രാവിലെ പോകുന്നുണ്ടോ? പിന്നെ ആശ്രാമ മൈതാനം, വർക്ക് ഫ്രം സ്റ്റാൾ. പിന്നെ ഈ കണ്ണനായാൽ രാധ വേണമെന്നാണ്. അപ്പൊ അങ്ങനെ എന്റെ കല്യാണം കഴിഞ്ഞാട്ടോ. അതെ, രാധയുണ്ടല്ലോ. അത് എന്ത് രാധ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് രാധ ഉള്ള കാര്യം ഇപ്പൊ പറയുന്നില്ല. ഇല്ല, ചുമ്മാ പറഞ്ഞത്. അല്ല, കണ്ണന്റെ കുടുംബം ഇത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും കണ്ണൻ നല്ലൊരു മനുഷ്യനാണ്, നന്മയുള്ള ആളാണ്, സർവോപരി സൽഗുണ സമ്പന്നനാണ്. ഇതൊക്കെ എല്ലാരും അറിയുന്നല്ലോ അല്ലേ കണ്ണ? പിന്നെ അതാണ് മാട്രിമോണി ഇടായിരുന്നു പറയുന്ന. എന്തായാലും കലോത്സവ നഗരിയിൽ വന്ന മാട്രിമോണിയിൽ പരസ്യം എന്ന ലെവലിലേക്ക് വന്ന ഒരു അവസ്ഥയുടെ എബി, എന്തായാലും കൊല്ലംകാരുടെ അനുഭവം നമ്മൾ കേട്ടു കണ്ണനിലൂടെ. എന്താണ് ഇനി എബി കണ്ട കൊല്ലം എങ്ങനെ? ഞാൻ ഇന്നലെ വന്നപ്പോ തൊട്ടാണ്, നമ്മളങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ വരികയോ അങ്ങനെ ഒരു സ്ഥലമല്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ മുതൽ നമ്മൾ കാണുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു മേളയെ വളരെ ആഘോഷത്തോടു കൂടി ഏറ്റെടുത്തിരിക്കുന്ന ഒരു സമൂഹം, ഒരു ഇടമായിട്ട് മാറിയിരിക്കുകയാണ് കൊല്ലം. എല്ലാവരും അത്തരത്തിൽ ഒരു വലിയ സന്തോഷത്തോടു കൂടി സ്നേഹത്തോടു കൂടി ഈ ഒരു മേളയെ ഏറ്റെടുത്ത് നടത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അങ്ങനെ ആ നിലയ്ക്ക് ഇതിന് ഏറ്റവും അത് ഭയങ്കര ഇപ്പൊ ഞാനും കൂടെ ഉള്ളത് ഇതിനകത്ത് ലൈവ് ആണെങ്കിൽ നമുക്ക് അതിനകത്ത് ഒരു സെൽഫിയുടെ ഒരു സ്പേസ് ഉണ്ട്. അതുകൂടെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ്. എവിടെ പോയി ഒരു സെൽഫി കൊള്ള ടൈം 2 സെക്കൻഡ്. ഞാനിങ്ങനെ അതെ.